വേനൽ കടുത്തതോടെ മത്സ്യബന്ധന തൊഴിലാളികൾ മീൻ കിട്ടാതെ ദുരിതത്തിൽ. ഉപരിതല മീനുകൾ കടലിലെ ചൂട് കുറഞ്ഞ മേഖലകളിലേക്ക് മാറിയതാണ് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതിസന്ധിക്കിടയാക്കിയത്. നിലവിൽ ലഭിക്കേണ്ട മത്സ്യങ്ങളുടെ 1/4 പോലും ലഭിക്കാത്തതും ബോട്ടിന്റെ ഇന്ധനച്ചെലവ് താങ്ങാതായതോടുകൂടി മത്സ്യബന്ധനം നിർത്തിവെക്കേണ്ട സാഹചര്യമാണ് തൊഴിലാളികൾ പറയുന്നു. കാലാവസ്ഥാ വ്യതിയാനം കാരണം കടലിലെ പ്ലവകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റവും മീൻ ലഭ്യതയെ ബാധിച്ചിരിക്കാമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. കടൽ ചുട്ടുപൊള്ളാൻ തുടങ്ങിയതോടെ മീൻ കിട്ടാതെ വലയുകയാണ് മത്സ്യത്തൊഴിലാളികൾ. ദിവസങ്ങളോളം കടലിൽ ചിലവഴിച്ചിട്ടും മുടക്കുമുതൽ കിട്ടാതായതോടെ ഇവർ കടക്കെണിയിലാണ്. വരുമാനം ലഭിക്കുന്ന അയലയും മത്തിയും അടക്കമുള്ള ചെറിയ മീനുകൾ ലഭിക്കുന്നില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ചൂടായിട്ട് വളരെ മോശമാണ്. ഇത് ആരും കറി വെക്കാൻ പറ്റാത്തൊരു മത്സ്യത്തൊഴിലാളിയായ ഞങ്ങൾ കൊണ്ടുവന്ന മീൻ കണ്ടില്ലേ, എപ്പാന്ന് പറഞ്ഞ സാധനം വളരെ കുറവേ ജനങ്ങൾ കൂട്ടുന്നുള്ളൂ. ആ മീനാണ് ഞങ്ങളിന്ന് കറി വെക്കാൻ കൊണ്ടുപോണേ. അപ്പം വെള്ളം ഭയങ്കര ബുദ്ധിമുട്ടാണ് മത്സ്യത്തൊഴിലാളികൾ. 2-3 ദിവസമൊക്കെ രാത്രിയൊക്കെ എന്തെങ്കിലും പോയിട്ട് കിട്ടിട്ടു വളരെ ചെലവിന് മാത്രമേ കിട്ടുന്നുള്ളൂ, വേറൊന്നും കിട്ടുന്നില്ല. ഒരു മാസമായി തീരദേശത്തെ ബോട്ടുകൾക്ക് കാര്യമായി മീൻ കിട്ടാത്ത സ്ഥിതിയാണ്. വലുതും ചെറുതുമായ ബോട്ടുകൾ മാത്രമല്ല, വള്ളങ്ങളും പ്രതിസന്ധി കാരണം കരക്കടുപ്പിച്ചു. 450 ബോട്ടുകൾ മത്സ്യബന്ധനത്തിന് പോയിരുന്ന ബേപ്പൂർ ഹാർബറിൽ നിന്ന് ഇപ്പോൾ 100-ൽ താഴെ ബോട്ടുകൾ മാത്രമാണ് പോകുന്നത്. മറ്റു ഹാർബറിലെ ജീവനക്കാരും ഇതേ അവസ്ഥയിലാണ്. ചൂട് കിട്ടാതെ മീൻ കിട്ടില്ല. മീൻ കുറെ താഴെ പോയി കിടക്കാം. മീൻ കിട്ടൽ വളരെ കുറവാണ്. ഇല്ല, ലാഭമില്ല, ഭയങ്കര നഷ്ടമാണ്. ഡീസൽ പൈസ തന്നെ കടയിട്ടാ വരുന്നത്. ഈ സമയത്ത് ലഭിക്കേണ്ട മത്സ്യങ്ങളുടെ 1/4 വില പോലും നിലവിൽ കിട്ടുന്നില്ലെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഇന്ധനച്ചെലവ് പോലും തിരിച്ചു കിട്ടുന്നില്ല. നിലവിൽ വളരെ കുറച്ച് ബോട്ടുകൾ മാത്രമാണ് മീൻപിടുത്തത്തിന് പോകുന്നത്. നവംബർ-ഡിസംബർ മാസങ്ങളിൽ മാത്രമാണ് പൊതുവെ പ്രതിസന്ധി ഉണ്ടാകാറുള്ളത്. ഇത്തവണ ഫെബ്രുവരിയിലും മാർച്ചിലും മീൻ കുറഞ്ഞു. ഐസ്, വെള്ളം എന്നിവ ഉൾപ്പെടെ കടലിൽ പോകുന്ന വലിയ ബോട്ടിന് ദിവസം കുറഞ്ഞത് 50,000 രൂപ ചെലവ് വരും. പണിയില്ലാതെ വന്നതോടെ അതിഥി തൊഴിലാളികൾ പലരും സ്വദേശത്തേക്ക് മടങ്ങി. ഈ പ്രതിസന്ധിയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.